ഒരു ഡ്രോൺ 40 മണിക്കൂർ വരെ ആകാശത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കടലിന് മുകളിലായാലും മലനിരകളിലായാലും അല്ലെങ്കിൽ അതിർത്തികളിലായാലും ആർക്കും അറിയാൻ സാധിക്കില്ല. എല്ലാം കണ്ടുകൊണ്ടിരിക്കും ആ സൈലന്റ് വാച്ചർ. ഇത് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അതെ, വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ശക്തി എന്നത് വലിയ ആയുധങ്ങളിൽ മാത്രമല്ല. ആരാണ് കൂടുതൽ നേരം നിരീക്ഷിക്കുന്ന കഴിവുള്ള രാജ്യം, അവരാണ് മുൻപേ വിവരങ്ങൾ നേടുന്നത്. അതാണ് യഥാർത്ഥ ശക്തിയായി കണക്കാക്കേണ്ടത്. കാരണം ഒരു ഓപ്പറേഷൻ വിജയിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് സ്ഥിതിഗതികൾ തന്നെയാണ്. അവിടെയാണ് ഇത്തരം അഡ്വാൻസ്ഡ് സർവൈലൻസ് ഡ്രോണുകളുടെ പ്രാധാന്യം തുടങ്ങുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ നീക്കത്തിലേക്ക് കടക്കുകയാണ്. പുറത്തു നിന്ന് വാങ്ങുന്നതിന് പകരം സ്വന്തമായി നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ തലത്തിലേക്കാണ് നമ്മുടെ രാജ്യം അഭിമാനത്തോടു കൂടി കടക്കാനിരിക്കുന്നത്. ബംഗളൂരുവിലെ ഡൈനാമാറ്റിക് ടെക്നോളജീസ് അവരുടെ ഡൈനാട്രോൺ സിസ്റ്റംസ് ഡിവിഷൻ വഴി ജർമ്മനിയിലെ എയ്റോ ഡേറ്റ AG എന്ന കമ്പനിയുമായി ഒരു വലിയ കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ കരാറല്ല. ഇത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ഡ്രോൺ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിനുള്ള ഒരു തുടക്കമാണ്. ഈ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദു എയ്റോ ഫോഴ്സ് X എന്ന ഒരു ശക്തമായ ഡ്രോൺ സിസ്റ്റം ആണെന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എയ്റോ ഫോഴ്സ് X, അതെ, ഇതൊരു സാധാരണ ഡ്രോൺ അല്ല. ഇത് മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് വിഭാഗത്തിൽ പെടുന്ന ഒരു കിഡിലൻ ഡ്രോൺ തന്നെയാണ്. അത് പറഞ്ഞാൽ മധ്യ ഉയരത്തിൽ പറന്ന് വളരെ നീണ്ട സമയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ. ഏകദേശം 40 മണിക്കൂർ വരെ തുടർച്ചയായി ആകാശത്ത് നിൽക്കാൻ ഇതിന് കഴിയും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഓപ്പറേഷൻ നടക്കുന്ന പ്രദേശത്ത് ദിവസം മുഴുവൻ, രാത്രി മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന ഒരു കിഡിലൻ സംവിധാനം. അതെ, ഇതാണ് ഈ ഡ്രോണിന്റെ അത്യുജ്വല പ്രകടനം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മുടെ രാജ്യത്തിന് ഇതുപോലൊരു സംവിധാനം ആവശ്യമായി വരുന്നത്? ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ ഭൂമിശാസ്ത്രം വളരെ വ്യത്യസ്തമായാണ് കിടക്കുന്നത്. ഹിമാലയൻ മലനിരകൾ, വിപുലമായ കടൽ പരിധി, അകന്ന പ്രദേശങ്ങൾ, ഇവയെല്ലാം നിരീക്ഷിക്കാൻ ദീർഘകാലം നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അത്യാവശ്യം തന്നെയാണ്. ഇവിടെയാണ് എയ്റോ ഫോഴ്സ് X പോലെയുള്ള ഡ്രോണുകൾ വലിയ പങ്ക് വഹിക്കുന്നത്. ഇതൊരു അറ്റാക്ക് സിസ്റ്റം അല്ല, ഇതൊരു ഇന്റലിജൻസ് ഗ്യാതറിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇത് മുൻകൂട്ടി വിവരങ്ങൾ നൽകും. അതിനാൽ ഓപ്പറേഷൻ കൂടുതൽ കൃത്യമായി നടത്താൻ സഹായിക്കുമെന്നതാണ്. ഇതൊരു കൂട്ടുകെട്ടാണ്. ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ശക്തി ഇരു വിഭാഗങ്ങളുടെയും കഴിവാണ്. എയ്റോ ഡേറ്റ കൊണ്ടുവരുന്നത് മിഷൻ സിസ്റ്റംസിലുള്ള അവരുടെ അനുഭവം. അവർക്കറിയാം ഒരു ഡ്രോൺ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കണം എന്നത്. അതേസമയം ഡൈനാമാറ്റിക് ടെക്നോളജീസ് ഹൈ പ്രിസിഷൻ മാനുഫാക്ചറിംഗിലും എഞ്ചിനീയറിംഗിലുമാണ് ശക്തി തെളിയിച്ചിട്ടുള്ളത്. അവർക്കറിയാം ഒരു സിസ്റ്റം എങ്ങനെ ശക്തമായി നിർമ്മിക്കണം എന്നത്. ഈ രണ്ട് ശക്തികളും ചേർന്നാൽ ഒരു ബാലൻസ്ഡ് സിസ്റ്റം തന്നെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇന്ത്യയുടെ പദ്ധതി എന്താണ് ശരിക്കും? ഇതൊരു ഡ്രോൺ പ്രോജക്റ്റ് മാത്രമല്ല, ഇത് ഇന്ത്യയുടെ വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ആത്മനിർഭർ ഭാരത്. അത് പറഞ്ഞാൽ സ്വയം പര്യാപ്തത എന്നതാണ്. പുറത്തു നിന്ന് വാങ്ങുന്നത് കുറച്ച് സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു ഇന്ത്യ. ഈ പ്രോജക്റ്റ് അതിലേക്ക് ഒരു വലിയ ചുവടുവയ്പ് തന്നെയാണ്. ഈ ഡ്രോണുകളെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഹിമാലയൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അവിടെ കാലാവസ്ഥ കഠിനമാണ്, ഓക്സിജൻ കുറവാണ്, താപനില വളരെ താഴെയാണ്. അത്തരം സാഹചര്യങ്ങളിൽ പോലും തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത് രൂപകൽപ്പന ചെയ്യപ്പെടുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത.